ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു BA ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th NCERT എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ സെക്ടേഴ്സ് ഓഫ് ദ ഇന്ത്യൻ എക്കോണമി എന്നുള്ള പോർഷനാണ്. ഫസ്റ്റ് പോർഷനിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ സെക്ടേഴ്സ് ഓഫ് എക്കോണമി ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ സെക്കൻഡ് പോർഷനായ കമ്പയറിങ് 3 സെക്ടേഴ്സ്. നമ്മൾ പഠിച്ച 3 സെക്ടേഴ്സിനെയും കമ്പയർ ചെയ്യുന്ന ക്ലാസ്സാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ പോർഷനിലേക്ക് പോവുകയാണ്. കമ്പയറിങ് 3 സെക്ടേഴ്സ്. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നു. കമ്പയറിങ് ദ 3 സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയിൽ 3 സെക്ടേഴ്സാണുള്ളതെന്നും ഈ സെക്ടേഴ്സിനകത്ത് വേരിയസ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്നുള്ളതും നമുക്കറിയാം. ഈ ഓരോ സെക്ടറിലും എത്രമാത്രം പ്രൊഡക്ഷൻ നടന്നു എന്നുള്ളതും എത്രത്തോളം മാനുവൽ വർക്ക് നടന്നു എന്നുള്ളതുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഓരോ സെക്ടറിലും ഒരുപാട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം ഒരു വർഷം നമ്മുടെ ഇന്ത്യക്കകത്ത് എത്രത്തോളം പ്രൊഡക്ഷൻ നടന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഇൻകം എത്രയാണെന്നും നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ കൺട്രി ഡെവലപ്പിംഗ് ആണോ ഡെവലപ്ഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ അതിനൊരു ഫസ്റ്റ് പ്രോസസ്സിംഗ് ആണ് നമ്മൾ പറയുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് ദ പ്രൊഡക്ഷൻ ഇൻ ഈച്ച് സെക്ടർ. ഓരോ സെക്ടറിലും എത്രത്തോളം പ്രൊഡക്ഷൻ നടന്നു എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം പ്രൊഡക്ഷൻ നടന്ന ആ പ്രോഡക്റ്റിൻ്റെ എണ്ണമല്ല, ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എക്കണോമിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് വാല്യൂ ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ബി യൂസ്ഡ് റാദർ ദാൻ ആഡിങ് അപ്പ് ദി ആക്ച്വൽ നമ്പേഴ്സ്. അതായത് എത്ര പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് 10,000 കിലോസ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 10,000 കിലോ വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഓരോ കിലോ വീറ്റിൻ്റെയും പ്രൈസ് 8 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ ഈ 8 റുപ്പീസ് വെച്ചിട്ട് 10,000 കിലോ വീറ്റിൻ്റെ പ്രൈസ് നമ്മൾ നോക്കും 18,000 റുപ്പീസ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലെ വീറ്റ് എന്ന് പറയുന്നത് 18,000 റുപ്പീസിനാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ പ്രൊഡക്ഷൻ ഇൻ വീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് 10,000 കിലോ എന്നല്ല എഴുതുന്നത്, ആ കിലോയ്ക്ക് പകരം അതിനെ റുപ്പീസിലേക്ക് ആക്കി അതിൻ്റെ വാല്യൂ ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കോക്കനട്ട് എടുക്കാം. കോക്കനട്ടിൽ പറയുന്നത് വെച്ചാൽ എന്താണ് 5,000 കോക്കനട്ട് 5,000 കോക്കനട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു കോക്കനട്ടിൻ്റെ വാല്യൂ 10 രൂപ 10 റുപ്പീസ് ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോക്കനട്ടിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 50,000 റുപ്പീസിനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഗുഡ്സിൻ്റെ വാല്യൂ കണക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രൊഡക്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതുപോലെ 3 സെക്ടറിലെയും പ്രൊഡക്ഷൻ്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും വാല്യൂ നമ്മൾ ആഡ് ചെയ്യില്ല, പകരം ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ മാത്രമേ ആഡ് ചെയ്യൂ. എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഫൈനൽ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കിവിടെ വീറ്റ് തന്നെ എടുക്കാം. ഇപ്പോൾ 1 കിലോ വീറ്റ് എടുത്തു. 1 കിലോ വീറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8 രൂപയാണ്. ഓക്കെ, അതിന് നമ്മൾ ഗോതമ്പ് പൊടിയാക്കുമ്പോൾ അതിൻ്റെ വില 10 രൂപയായി. ഗോതമ്പായിട്ട് എടുക്കുമ്പോൾ 8 രൂപ, ഗോതമ്പ് പൊടിച്ചെടുക്കുമ്പോൾ അത് 10 രൂപയായി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബിസ്ക്കറ്റ് കമ്പനിക്ക് ഇത് കൊടുക്കുകയാണ്. ബിസ്ക്കറ്റ് കമ്പനിക്ക് കൊടുക്കുമ്പോൾ ബിസ്ക്കറ്റുകാർ അവരിനത് ആവശ്യമുള്ള എന്താണ് ഷുഗറും ഓയിലും ബട്ടറും അവരെന്താണെന്ന് വെച്ചാൽ അവരുടെ ആവശ്യത്തിനെല്ലാം ചേർത്ത് അത് ബിസ്ക്കറ്റ് ആക്കിയിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് 15 റുപ്പീസിനാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് 15 റുപ്പീസിന് ഇപ്പം നമ്മൾ കൊടുത്ത 1 കിലോ വീറ്റ് അവർ 4 കവർ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതായത് എന്താണ് 60 രൂപയ്ക്കാണ് അവർ ഈ നമ്മൾ കൊടുത്ത 1 കിലോ വീറ്റിൻ്റെ പൊടി കൊണ്ട് അവർ 4 കവർ ബിസ്ക്കറ്റ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ വില മാത്രമേ ആഡ് ചെയ്യൂ. അതായത് ഇവിടെ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ബിസ്ക്കറ്റാണ്.
കാരണം നമ്മളിപ്പോൾ ഗോതമ്പ് പൊടിയുടെയും ബിസ്ക്കറ്റിൻ്റെയും വിലയും ഇതെല്ലാ ഗുഡ്സിൻ്റെയും വില ആഡ് ചെയ്യാൻ നിന്നാൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടില്ല. കാരണം ഈ ഫൈനൽ ഗുഡായ നമ്മുടെ ബിസ്ക്കറ്റിനകത്ത് ഗോതമ്പിൻ്റെ വിലയും ഗോതമ്പ് പൊടിയുടെ വിലയും എല്ലാം ആഡാണ്. സോ ഓൺലി വി ഷുഡ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. കാരണം എന്തുകൊണ്ടാണ്? The intermediate goods are used up in the producing final goods and services. The value of final goods already include the value of intermediate goods. ഈ ഫൈനൽ ഗുഡായ ബിസ്ക്കറ്റിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും വില കൂട്ടിയിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓയിലാവാം, അതുപോലെ തന്നെ വീറ്റിൻ്റെ പൊടിയാകാം, അതുപോലെ തന്നെ ഷുഗർ ആവാം. അങ്ങനെയുള്ള എല്ലാ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെയും വാല്യൂ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വി ഓൺലി കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതുപോലെ എല്ലാ സെക്ടറിലെയും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് ഒരു വർഷത്തിൽ ഓരോ സെക്ടറിലും ഉൽപ്പാദിപ്പിച്ച എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും വാല്യൂ ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് produced in each sector during a particular year provides the total production of the sector for the year. So this is called the gross domestic product. The sum of production in the 3 sectors, അതായത് ഈ 3 സെക്ടേഴ്സിലെയും ആകെ സാധന സേവനങ്ങളുടെ തുക എന്തിലാണ് നമ്മൾ വരുന്നത്? ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസസും മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിനെ ഒരു കൺട്രിക്കകത്ത് ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ തുക മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രിയാണ്. ഒരു വൺ വേർഡായിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രിയാണ് ഇന്ത്യയിലെ GDP മെഷറിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഓരോ ഇന്ത്യൻ സ്റ്റേറ്റിലെയും യൂണിയൻ ടെറിട്ടറീസിലെയും വേരിയസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിനായിട്ട്, അതായത് GDP കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? ഓരോ സ്റ്റേറ്റിലെയും നടക്കുന്ന ഈ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ഈ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്റർക്ക് കൈമാറിയിട്ടായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കമ്പയറിങ് 3 സെക്ടേഴ്സിൻ്റെ ഫസ്റ്റ് പോർഷനിൽ പറഞ്ഞത്. ഇനി ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ഇൻ ദി സെക്ടേഴ്സ്, അതായത് ഈ 3 സെക്ടറിലും ഓരോ കാലഘട്ടത്തിലും നടന്ന ചേഞ്ചസ് എങ്ങനെയാണ് എന്നുള്ളതാണ്, ചരിത്രപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഹിസ്റ്റോറിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് 3 സെക്ടേഴ്സിലെയും പ്രൊഡക്ഷനിലുണ്ടായ ഇൻക്രീസും ഇതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കൽ ചേഞ്ചിൽ നമുക്കറിയാം, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്തിരുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിലാണ്. അതിനുശേഷം, അതായത് അന്ന് കൂടുതൽ പേരും ക്രാഫ്റ്റ് പേഴ്സൺസ് ആയിരുന്നു, കൈകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അപ്പോൾ അതുപോലുള്ള ഒരുപാട് ഫാമിംഗ്, അതായത് പ്രൈമറി ആക്ടിവിറ്റീസിനകത്തായിരുന്നു ഒരുപാട് ആൾക്കാരും ജോലി ചെയ്തിരുന്നത്. പിന്നെ മെത്തേഡ്സ് ഓഫ് മാനുഫാക്ചറിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഫാമിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടി ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് വരാൻ തുടങ്ങി. അതായത് മെഷീൻ മെയ്ഡ് ഗുഡ്സുകൾ ചീപ്പ് റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും ഓട്ടോമാറ്റിക്കലി ദേ ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ദി സെക്കൻഡറി സെക്ടേഴ്സ്. ഇനി സെക്കൻഡറി സെക്ടേഴ്സിൽ നിന്നും കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്ടറിൽ നിന്നും ടെറിഷറി സെക്ടറിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. അതായത് സർവീസ് സെക്ടർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സെക്ടറായിട്ട് മാറുകയും എംപ്ലോയ്മെൻറ്റിനുള്ള ഒരു ഇൻക്രീസിങ് ഫസ്റ്റ് പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലോട്ടായി, പിന്നീട് സെക്കൻഡറിയിൽ നിന്നും ടെറിഷറിയിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് ഇത് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിലെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടേഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ഒരു ഗ്രാഫുമാണ് തന്നേക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 സെക്ടേഴ്സിൻ്റെയും ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ഈ പോർഷനിൽ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ 1973-74 ഇയറിലെയും അതുപോലെ തന്നെ 2013-14 ഇയറിലെയും ഒരു ഗ്രാഫാണ് തന്നേക്കുന്നത്. ആ 2 സമയത്തും GDPയിലുണ്ടായ കോൺട്രിബ്യൂഷൻസാണ്, GDPയിലെ ഓരോ സെക്ടേഴ്സും നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് പറഞ്ഞേക്കുന്നത്.
സൈഡിൽ ക്രോസിലാണ്, അതായത് റുപ്പീസിൻ ക്രോസിലാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ നോക്കിയ ഒരു 40 വർഷത്തെ നമ്മുടെ 3 സെക്ടേഴ്സിലും ഉണ്ടായ ചേഞ്ചസ്, അതായത് എന്താണ് ഡെവലപ്പിംഗ് ചേഞ്ചസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് വൺ നോക്കിക്കേ, 1973 പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെറിഷറി സെക്ടറും ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം, ഇല്ലേ? 3 സെക്ടേഴ്സും ഒരേ രീതിയിലാണ് GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. എന്നാൽ അത് 40 വർഷത്തിന് ശേഷം 2013-14 ആയപ്പോൾ GDPയുടെ കോൺട്രിബ്യൂഷനകത്ത് വലിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നോക്കിക്കേ, അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ പ്രൈമറി സെക്ടേഴ്സും അതാണ് ഏറ്റവും കുറവ്, അല്ലേ? പ്രൈമറി സെക്ടറാണ് ഏറ്റവും കുറവ് GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം സെക്കൻഡറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടെറിഷറി സെക്ടറാണ്. അപ്പോൾ ഈ 3 സെക്ടറിലെയും ഏറ്റവും കൂടുതൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടെറിഷറി സെക്ടറാണല്ലോ. ഈ ടെറിഷറി സെക്ടർ ഇത്രയും വളരാൻ കാരണം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ പ്രധാനമായിട്ടും 4 റീസൺസ് ആണ് പറഞ്ഞേക്കുന്നത്. ആ 4 റീസൺസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റീസൺ, എനി കൺട്രി റിക്വയർഡ് സെവറൽ ബേസിക് സർവീസസ്. ദാറ്റ് മീൻസ് ഓൾസോ ദ ബേസിക് സർവീസസ് നീഡ് ഓൾ ദി കൺട്രീസ്, such as hospitals, schools, post office, telegraph office, police stations, court, village administration offices, municipal corporations, defense, transport, bank, insurance company, ATM. So like that. ഇതെല്ലാം എന്താണ് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതെല്ലാം എന്താണ്? സർവീസ് സെക്ടറാണ്. അപ്പോൾ ഈ ബേസിക് സർവീസസ് ഡെവലപ്പ് ആയാൽ മാത്രമേ ഒരു കൺട്രി എന്ത് ചെയ്യൂ? ഡെവലപ്പ് ആവും. സോ ഈ സർവീസുകളെല്ലാം ഇൻക്രീസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി സർവീസ് സെക്ടറിൻ്റെ GDPയിൽ എന്ത് ചെയ്തു? വരുമാനം കൂടി. അപ്പോൾ അതാണ് ഫസ്റ്റ് പറഞ്ഞത്. എന്താണ്? ഈ ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് കുറേയധികം ബേസിക് സർവീസുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ സർവീസ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടി. ഇനി നമ്മൾ കഴിഞ്ഞ 3 സെക്ടറിനകത്ത് പഠിച്ചതാണല്ലോ, പ്രൈമറി സെക്ടറിൻ്റെയും സെക്കൻഡറി സെക്ടറിൻ്റെയും ഒരു എന്താണ് ഡെവലപ്പിംഗ് ഏജൻ്റ് ആയിട്ടാണ് ടെറിഷറി സെക്ടർ വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇവിടെ 2 ഗ്രാഫ് നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് സെക്ടറും സെക്കൻഡ് സെക്ടറും ഓൾറെഡി ഡെവലപ്പായപ്പോൾ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി തേർഡ് സെക്ടറും ഡെവലപ്പായി. അതായത് ഡെവലപ്മെൻറ്റ് വഴി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ട്രേഡും സ്റ്റോറേജും ഒക്കെ കൂടാൻ തുടങ്ങി. അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ ലീഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സർവീസസ് സച്ച് ആസ് ട്രാൻസ്പോർട്ടേഷൻസ്, ട്രേഡ്, സ്റ്റോറേജ്, ബാങ്ക് ഫെസിലിറ്റീസ് എക്സെട്ര. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റും സെക്കൻഡും കൂടിയപ്പോൾ എന്ത് ചെയ്തു? തേർഡ് സെക്ടർ ഓട്ടോമാറ്റിക്കലി കൂടി. അതായത് നമ്മൾ അഗ്രികൾച്ചറിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാൻ? ട്രാൻസ്പോർട്ടേഷന് വേണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇത് സെക്കൻഡറി സെക്ടർ വഴി ട്രേഡ്, ഇപ്പോൾ സെക്കൻഡറി സെക്ടറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഇൻഷുറൻസ്, ബാങ്കിങ്, അങ്ങനെയുള്ള സെക്ടറുകളെല്ലാം വരുന്നത് കൊണ്ട് ഈ സെക്ടറും എന്ത് ചെയ്തു? GDPയിലെ കോൺട്രിബ്യൂഷൻ. മൂന്നാമത് പറഞ്ഞ എന്താണെന്ന് നോക്കാം. ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ചില ആൾക്കാരുടെ, ചില ടൈപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ഡിമാൻഡും കൂടും. അതായത് അവർ മോർ സർവീസസ് ഡിമാൻഡ് ചെയ്യും. എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ഇൻകം ലെവൽ കൂടിക്കഴിഞ്ഞാൽ സാധാരണ വീട്ടിൽ നിന്നും കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് പോയി ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് വലിയ ഹൈടെക് ആയിട്ടുള്ള മാർക്കറ്റിൽ ഒന്നും നമ്മൾ പ്രിഫർ ചെയ്യാതിരുന്ന സാധാരണക്കാർ കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമ്മുടെ ഷോപ്പിംഗ് മാളുകളിൽ പോയിട്ട് ഷോപ്പ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. പബ്ലിക് സ്കൂൾസുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂൾസുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി വി ആർ ട്രാൻസ്ഫോംഡ് ദ ഇൻ ടു പ്രൈവറ്റ് സ്കൂൾസ്. ആൻഡ് എന്ത് ചെയ്യും? നമ്മൾ പ്രൊഫഷണൽ ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ടൂറിസംസ്, അങ്ങനെയുള്ള മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിമാൻഡ് കൂടും. അതായത് ഇൻകം ലെവൽ റേസ് ചെയ്യുമ്പോൾ ഈ സെക്ടേഴ്സിലുള്ള, അതായത് നമ്മുടെ ഡിമാൻഡ് കൂടും. ആ ഡിമാൻഡ് കൂടുന്നത് ഏത് സെക്ടറിലുള്ള ഡിമാൻഡ് ആയിരിക്കും? ടെറിഷറി സെക്ടറിലുള്ള ഡിമാൻഡുകളായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻകം റേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഡിമാൻഡ് സർവീസ് സെക്ടറിലേക്കുള്ള ഡിമാൻഡ് കൂടുകയും സോ GDPയിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്തിൽ നിന്നും? ടെറിഷറി സെക്ടറിൽ നിന്നും കൂടാനുള്ള ചാൻസും ഉണ്ടാകുന്നുണ്ട്. ഇനി 4ാമത്തെ റീസൺ പറയുന്നതെന്ന് വെച്ചാൽ
ന്യൂ സർവീസസ് ആയ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡെവലപ്പായി. നമുക്കറിയാം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ടെർഷറി സെക്ടറിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇത് നമ്മൾ റാപ്പിഡ് ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്ത് നിന്ന് ഇപ്പോൾ ഇതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ വളരെ വേഗത്തിലായതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ ടെർഷറി സെക്ടറിൻ്റെ ഗ്രോത്തും ഇതിലൂടെ ഉണ്ടായി. അപ്പോൾ 4 റീസൺസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ബേസിക് സർവീസസിൻ്റെ ആവശ്യങ്ങൾ റൈസ് ചെയ്യാൻ തുടങ്ങി. സെക്കൻഡ് വൺ പറഞ്ഞതെന്ന് വെച്ചാൽ അഗ്രികൾച്ചറിൻ്റെയും ഇൻഡസ്ട്രിയുടെയും ഡെവലപ്മെൻറ്റിനനുസരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, അതിനാവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ട്രേഡ്, ബാങ്കിങ് ഫെസിലിറ്റീസ് ഇതൊക്കെ റൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സർവീസ് സെക്ടറും റൈസ് ആയി തുടങ്ങി. പിന്നെ എന്ത് പറഞ്ഞു, ഇൻകം ലെവൽ ഓഫ് കോമൺ പീപ്പിൾസിൻ്റെ, അതായത് എന്താണ്, ചില ആൾക്കാരുടെ ഇൻകം റൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ ഡിമാൻഡ് ചെയ്യുന്ന സർവീസുകളും കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലെ ഗ്രോത്തും നമ്മുടെ GDP, അതായത് ടെർഷറി സെക്ടറിൻ്റെ GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് മോസ്റ്റ് പീപ്പിൾ എംപ്ലോയിഡ് ഇൻ വിച്ച് സെക്ടർ, ഏത് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു പോർഷൻ പഠിക്കുമ്പോൾ നമ്മൾ 2 ഗ്രാഫ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ കാണുന്ന ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാഫ് 2 എന്ന് പറയുന്നത് ഷെയർ ഓഫ് സെക്ടേഴ്സ് ഇൻ GDP പെർസെൻറ്റേജ് ആണ്. അതായത് 1973ലെയും 2013ലെയും GDPയെ, അതായത് രണ്ടും 100% കാണിച്ചേക്കുവാണ്. അതിൽ 100% എത്ര ശതമാനമാണ് ഓരോ സെക്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് 1973ലെയും 2013ലെയും കണക്കുകളാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഗ്രാഫ് ഒന്ന് നോക്കാം. 1973ൽ എന്താണ്, 14% പ്രൈമറി സെക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. GDPയിലെ 14% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരായിരുന്നു, പ്രൈമറി സെക്ടേഴ്സാണ്. ഇനി എന്താണ്, 10% ആണ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സെക്കൻഡറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ 15% നമ്മുടെ ഇത് സർവീസ് സെക്ടറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒന്നുകൂടി 14% പ്രൈമറി സെക്ടർ, 10% സെക്കൻഡറി സെക്ടർ, 15% ടെർഷറി സെക്ടർ. ഇനി നമ്മൾ നോക്കുമ്പോൾ 2013ലെ കണക്ക് നോക്കുമ്പോൾ നോക്കിക്കേ, 10% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൈമറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതിൽ പിന്നെ വരുമ്പോഴത്തേക്ക് 20% ആണ് സെക്കൻഡറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ ടെർഷറി സെക്ടർ നോക്കുമ്പോഴോ ഓൾമോസ്റ്റ് 17% എന്ത് ചെയ്യുന്നു, GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ 1973ൽ ഏറ്റവും കൂടുതൽ GDP പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് സെക്ടർ തന്നെയാണെങ്കിൽ കൂടിയും 2013 വന്നപ്പോഴത്തേക്ക് ഈ 50ൽ നിന്നും 70% ഇൻക്രീസ് ചെയ്തു. അഗ്രികൾച്ചർ വന്നപ്പോഴത്തേക്കോ പ്രൈമറി സെക്ടറിൽ 14% നിന്നും 10% ആയിട്ട് കുറഞ്ഞു. സെക്കൻഡറി സെക്ടറിലോ 10% നിന്നും 20% ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് അതിൽ നിന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് GDPയുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ GDPയിലേക്കുള്ള ഷെയർ ആണ്. എന്നാൽ അതേ സമയം താഴേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഗ്രാഫ് വരുമ്പോഴത്തേക്ക് ഷെയർ ഓഫ് സെക്ടേഴ്സ് ഇൻ എംപ്ലോയ്മെൻറ്റ്, അതായത് 1972-73 ടൈമിൽ അഗ്രികൾച്ചറൽ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ആൾക്കാർ ജോലി ചെയ്യുന്നത്. 74% ആൾക്കാർ എന്ത് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഫീൽഡിലാണ്. എന്നാൽ 11% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സെക്കൻഡറി സെക്ടറിൽ ജോലി ചെയ്യുന്നുള്ളൂ. 15% മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സർവീസ് സെക്ടറിനകത്ത് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറാണ്. മറ്റ് 2 പേരും വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുള്ളൂ. ഇനി നമ്മൾ 2011-12 വരുമ്പോഴത്തേക്ക് എംപ്ലോയ്മെൻറ്റിനകത്തുള്ള പെർസെൻറ്റേജ് നമുക്ക് നോക്കുമ്പോൾ അറിയാം. നോക്കിക്കേ, 49% ആൾക്കാരാണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ ജോലി ചെയ്യുന്നത്. 24% ആണ് സെക്കൻഡറി സെക്ടറിൽ, 27% ആണ് എന്തിൽ, ടെർഷറി സെക്ടറിൽ. അപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് വെച്ചാൽ ആദ്യം, അതായത് 30-40 വർഷങ്ങൾക്ക് മുന്നേ അഗ്രികൾച്ചറൽ ഫീൽഡിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്തിരുന്നത്. അതേസമയം അതുപോലുള്ള കോൺട്രിബ്യൂഷൻ GDPയിലും അവർ നൽകിയിരുന്നു. അതുപോലെ തന്നെ 40 വർഷങ്ങൾക്ക് മുന്നേ 11% ആൾക്കാർ ജോലി ചെയ്തിരുന്ന ആ സെക്ടറിൽ നിന്നും 10% GDP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 15% ജോലി ചെയ്തിരുന്ന ടെർഷറി സെക്ടറിൽ നിന്നും 50% GDP കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.
എന്നാൽ 2011 ആയപ്പോൾ 49%, അതായത് പോപ്പുലേഷൻ്റെ പകുതിയോളം ജോലി ചെയ്യുന്നതും എവിടെയാണ്? അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. എന്നാൽ ഈ അഗ്രികൾച്ചറൽ സെക്ടറിനകത്തുള്ള എംപ്ലോയ്മെൻറ്റിൻ്റെ പകുതി GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്തിട്ടും GDP-യുടെ ഷെയറിൽ എന്ത് ചെയ്തു? അഗ്രികൾച്ചറൽ ഫീൽഡ് വളരെയധികം കുറവാണ്. നോക്കിക്കേ, വെറും 27% ജോലി ചെയ്തിട്ട് സർവീസ് സെക്ടറിൽ നിന്നും 70%-ലേക്കുള്ള വർധന സർവീസ് സെക്ടറിലും ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പറയുന്നതെന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇപ്പോൾ ഒരു അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ് നിൽക്കുന്നത്. എന്താണ് അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് വെച്ചാൽ, അഗ്രികൾച്ചറൽ സെക്ടറിനകത്തുള്ള ആൾക്കാർ എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ്, അവരുടെ മാക്സിമം ലെവലിലുള്ള വർക്ക് അവർ ചെയ്യുന്നില്ല. അവരുടെ മാക്സിമം കോൺട്രിബ്യൂഷനകത്തും അഗ്രികൾച്ചറിൽ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ GDP-ക്കകത്തുള്ള ഷെയറിൽ കുറവ് വരുന്നത്. അതായത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദെയർ ആർ മോർ പീപ്പിൾ ഇൻ അഗ്രികൾച്ചറൽ ദാൻ ഈസ് നെസസറി. ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നു. സോ ഈവൻ ഇഫ് യു മൂവ് എ ഫ്യൂ പീപ്പിൾ ഔട്ട്, ദ പ്രൊഡക്ഷൻ വിൽ നോട്ട് ബി എഫക്റ്റഡ്. അതായത് ഇതിൽ നിന്ന് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും കുറച്ച് ആൾക്കാർ ജോലി മാറിപ്പോയാലും, ആ ജോലിയിൽ നിന്ന് മാറിപ്പോയാലും എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ഇപ്പോഴത്തെ അഗ്രികൾച്ചറൽ സെക്ടറിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇൻ അനദർ വേർഡ്സ്, വർക്കേഴ്സ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ആർ അണ്ടർ എംപ്ലോയിഡ്. ഇതാണ് അണ്ടർ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അതായത് ലേബേഴ്സ് എഫേർട്ട് എന്ത് ചെയ്യുന്നു? പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈച്ച് വൺ ഈസ് ഡൂയിങ് സം വർക്ക് ബട്ട് നോ വൺ ഈസ് നോട്ട് ഫുള്ളി എംപ്ലോയിഡ്. ഒരാളും എന്തല്ല? ഫുള്ളി എംപ്ലോയിഡ് അല്ല. ദിസ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ആൾക്കാരുടെ പൊട്ടൻഷ്യലിനനുസരിച്ചിട്ടുള്ള ഒന്നും അവർ ചെയ്യുന്നില്ല, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? വർക്കിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഈസ് ഹിഡൻ ഇൻ എ കോൺട്രാസ്റ്റ് ടു സം വൺ ഹു ഡസ് നോട്ട് ഹാവ് എ ജോബ് ആൻഡ് ഈസ് ക്ലിയർലി വിസിബിൾ ആസ് അൺഎംപ്ലോയിഡ്. Hence it is also called disguised unemployment. അതായത് എന്താണ് അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്? നമുക്ക് കാണാൻ കഴിയില്ല. അതായത് നമ്മൾ നോക്കുമ്പോൾ ആൾക്ക് ജോലിയുണ്ട്, പക്ഷേ എന്തല്ല, അവരുടെ പൊട്ടൻഷ്യൽ ഉള്ള വർക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? ഇറ്റ് ഈസ് ക്ലിയർ, someone who does not have the job, but underemployment is not clear. That means it is hidden. നമുക്ക് കാണാൻ കഴിയില്ല. അണ്ടർ എംപ്ലോയ്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് അൺഎംപ്ലോയിഡ് ആണ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. ഈ അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ മാത്രമല്ല, മറ്റ് പല സെക്ടേഴ്സിനകത്തുമുണ്ട്. അതായത് പെയിൻറ്റേഴ്സ്, പ്ലംബേഴ്സ്, റിപ്പയർ പേഴ്സൺസ് ഉണ്ട്. അതായത് അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരെല്ലാം എന്തിലാണെന്ന് നമുക്ക് പറയാം? അണ്ടർ എംപ്ലോയ്മെൻറ്റിലാണെന്ന് പറയാം. കാരണം ദേ ആർ സ്പെൻഡ് ദ ഹോൾ ഡേ ബട്ട് ദേ ഏൺ വെരി ലിറ്റിൽ. അവരെന്ത് ചെയ്യുന്നു? അവരുടെ മൊത്തം ഡേയും അവർ ജോലിക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ കൂടിയും അവർ വളരെ കുറച്ച് ഏർണിങ്സ് മാത്രമേ നേടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു പോർഷനിനകത്ത് നിന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ പോർഷനകത്ത് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിലും, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.